പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഠത്തിന്മേൽ വയ്ക്കുന്നു. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല. അറിയപ്പെടാതെയും വെളിച്ചത്ത് വരാതെയും ഇരിക്കുന്ന രഹസ്യമില്ല. ആകയാൽ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. എന്തെന്നാൽ ഉള്ളവന് പിന്നെയും നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്നും ഉണ്ടെന്ന് അവൻ വിചാരിക്കുന്നത് കൂടി എടുക്കപ്പെടും. ഈ വചനഭാഗത്തിൽ യേശു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മുടെ ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെ നാം മറ്റുള്ളവരെ കുറ്റം പറയാതെ, മറ്റുള്ളവരെ കുറിച്ച് ചീത്തയായിട്ട് ചിന്തിക്കാതെ, എല്ലാം നന്മയായിട്ട് ചിന്തിച്ചുകൊണ്ട് സഹനത്തിൽ പോലും ഇത് സംഭവിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധ്യത്തിലെടുക്കുവാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം. കാരണം ദൈവമറിയാത്ത ഒരു രഹസ്യവുമില്ല. നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ദൈവം മനസ്സിലാക്കുന്നു. നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ ചെയ്യുന്നതിന് മുൻപ് തന്നെ ദൈവം മനസ്സിലാക്കുന്നുണ്ട്. ദൈവത്തെ ആർക്കും കളിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തിൽ നിന്നും ഒന്നും മറഞ്ഞിരിക്കുകയുമില്ല. നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളൊക്കെയും വിശുദ്ധിയിൽ വയ്ക്കാം. അങ്ങനെ വിശുദ്ധിയിൽ നമ്മൾക്ക് ജീവിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.